മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോൾ ഉള്ളത് പൂങ്കുന്നത്ത് കല്യാൺ മോൺട്രയിലാണ് കേട്ടോ. എന്താന്നല്ലേ, മോൺട്ര EV സെഗ്മെന്റിൽ നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു വാഹനം തന്നെയാണ് മോൺട്ര. അപ്പോൾ ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമുക്ക് ഈ വാഹനത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മോൺട്ര യൂസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമ്മൾ ആ വാഹനത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ ആ വീഡിയോയിലോട്ട്. ഓക്കെ, ചേട്ടാ നമസ്കാരം. എന്താണ് പേര്? എന്റെ പേര് ജിഷൻ. ജിഷൻ, ഓക്കെ. ജിഷൻ ചേട്ടാ, എങ്ങനെയുണ്ട് മോൺട്ര എടുത്തിട്ട്? മോൺട്ര എടുത്തിട്ട് കുഴപ്പമില്ല, നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്, തിരക്കേടില്ലാണ്ട് വരുമാനം കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ലാഭമുണ്ട്. ചേട്ടൻ ഇതിനായിട്ട് മുന്നേ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു? വേറെ ഏതെങ്കിലും വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ? വേറെ വണ്ടികളൊന്നും ഞാൻ ഓടിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് വണ്ടി എടുത്ത് ഓടിക്കുന്നത്. ആദ്യമായിട്ട് മോൺട്രയാണ് എടുത്തത് അല്ലേ? ആദ്യമായിട്ടാണ് മോൺട്രയാണ്. അപ്പോ ചേട്ടൻ മോൺട്ര എടുത്തതില് പൂർണ്ണ തൃപ്തനാണോ? തൃപ്തനാണ്. സർവീസ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ മോൺട്രയിലെ? നല്ല രീതിയിൽ ചെയ്തു തരുന്നുണ്ട്. നല്ല സർവീസ് ആണ് അല്ലേ? ഓക്കെ ഏട്ടാ, ശരി. അപ്പോൾ നമ്മുടെ മോൺട്ര എടുത്തിട്ടുള്ള അടുത്തൊരു കസ്റ്റമർ നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ. ചേച്ചി നമസ്കാരം. എന്താ പേര്? ശ്രീന. ശ്രീനേച്ചി, എത്ര നാളായി നമ്മുടെ മോൺട്ര വണ്ടി യൂസ് ചെയ്തിട്ട്? അതെ അല്ലേ, 4-5 മാസമായല്ലോ അല്ലേ? എന്താ പറയാനുള്ള മോൺട്രേനെ പറ്റിയിട്ട്? ഇഷ്ടപ്പെട്ടു വണ്ടി. എത്ര ഓടിപ്പിച്ചാലും നമുക്ക് കൈ കഴപ്പ അങ്ങനെ ഒന്നും അനുഭവപ്പെടില്ല. സുഖമായിട്ട് ഓടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. രാത്രി വരെ ഓടിപ്പിച്ചാലും നമുക്ക് ഒരു ടെൻഷൻ ഇല്ല, കൈ കാലം കഴിക്കണില്ല. അതാണ് മെയിൻ കാര്യം. വണ്ടി എടുത്തിട്ട് ചേച്ചിക്ക് ലാഭം ഉള്ള രീതിയാണ്. അതെ അല്ലേ? ഓക്കെ. അപ്പോൾ മോൺട്രേനെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ചേച്ചി. അപ്പൊ ഇനി പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് ചേച്ചിക്ക് എന്താ പറയാളെ വണ്ടിനെ പറ്റി? മോൺട്ര വാങ്ങണം, എല്ലാവരും വാങ്ങണം, ഓടിപ്പിക്കണം, ഇറങ്ങണം. തീർച്ചയായിട്ടും. ഓക്കെ ചേച്ചി, താങ്ക് യു. പക്ഷേ നമ്മുടെ അടുത്ത മോൺട്ര യൂസ് ചെയ്യുന്ന ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ചേട്ടാ നമസ്കാരം. എന്താ പേര്? കണ്ണൻ ചേട്ടൻ. കണ്ണൻ ചേട്ടൻ, എത്ര നാളായി നമ്മുടെ ഈ ഒരു മോൺട്ര എടുത്തിട്ട്? 3 മാസത്തോളം. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? എങ്ങനെയുണ്ട് വണ്ടി? കുഴപ്പമൊന്നുമില്ല, 160 കിലോമീറ്റർ മൈലേജ് ഉണ്ട് വണ്ടി. സാധാരണ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് ഓട്ടോക്കെ, വരുമാനം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ. ഇപ്പൊ ആദ്യമായിട്ട് 3 വീലർ എടുക്കുന്നത് അത് മോൺട്രയാണ് അല്ലേ? പണ്ട് വണ്ടി ഉണ്ടായിരുന്നു. ഏത് വണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്? ലാംബ്ര. ഓ, പഴയ കാലത്തെ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും മോൺട്ര എടുത്തതില് ചേട്ടൻ സന്തോഷവാനാണ്. ഓക്കെ മച്ചവരെ, നമുക്ക് അടുത്ത വണ്ടി കൂടി കിട്ടിയിരിക്കുകയാണ്. എന്താ പേര്? ബിജു. ബിജുയുടെ എത്ര നാളായി മോൺട്ര എടുത്തിട്ട്? 5 മാസമായിട്ടുണ്ട് ബിജുയുടെ മോൺട്ര എടുത്തിട്ടില്ലേ? എങ്ങനെയുണ്ട് വണ്ടി? ഓക്കെ. ചേട്ടന് ഇത്ര നാളെ യൂസ് ചെയ്തിട്ട് എന്താ വണ്ടീനെ പറ്റി പറയാനുള്ളത്? ലാഭകരമാണ് അല്ലേ? മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേഞ്ച് കിട്ടുന്നുണ്ടോ? ഓട്ടം വേണം. ഓക്കെ. ഓട്ടം ഉണ്ടെങ്കിൽ വണ്ടി ഇപ്പോൾ ഈ മഴക്കാലൊക്കെ ആയിട്ട് ഓഫ് ആവാം അങ്ങനെ വല്ലതുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല അല്ലേ? ഓക്കെ ചേട്ടാ, താങ്ക് യു. നമ്മുടെ അടുത്ത മോൺട്ര യൂസ് ചെയ്യുന്ന കസ്റ്റമറെ കണ്ടേക്കാണ് കേട്ടോ. ചേട്ടാ നമസ്കാരം. എന്താ പേര്? സുബ്രഹ്മണ്യേട്ടാ, വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്ര നാളായി? 1 മാസം കഷ്ടിയാവണല്ലോ അല്ലേ? എങ്ങനെയുണ്ട് വണ്ടി എടുത്തിട്ട്? എങ്ങനെയാ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം വണ്ടിയോട്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ EV വണ്ടിയാണ്, ഇലക്ട്രിക് ആണ്. മഴക്കാലം തുടങ്ങി. അപ്പോ എന്താ, മഴ കൊള്ളുമ്പോ വണ്ടി ഓഫ് ആവുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? അതെ. അപ്പൊ എന്തായാലും മോൺട്ര എടുത്തതിൽ വലിയൊരു സന്തോഷം തന്നെയാണ് അല്ലേ? ലാഭകരമായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് മോൺട്ര. ഇനി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ സുബ്രഹ്മണ്യന് പറയാം? അവർക്ക് എടുക്കാൻ ധൈര്യമായിട്ടല്ലേ? കസ്റ്റമേഴ്സ് ഒക്കെ ഈ വണ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ? സ്ത്രീകളില്ലേ? അത്ര യാത്ര സുഖാണ്. ഓക്കെ സുബ്രഹ്മണ്യേട്ടാ, ഓക്കെ ശരി. അടുത്ത കസ്റ്റമറെ നമ്മൾ കണ്ടേക്കാൻ കേട്ടോ. നമുക്ക് ചോദിക്കാം. ബാബുട്ടാ നമസ്കാരം. എത്ര നാളായി വണ്ടി എടുത്തിട്ട്? 4 മാസത്തോളം അല്ലേ? ഓക്കെ. എന്താ ബാബുട്ടിന് വണ്ടി പറയാളെ മോൺട്രേനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. 160 കിലോമീറ്റർ കിട്ടുണ്ടായിരുന്നു. ടൈമില് 160 മൈലേജ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ 150 മൈലേജ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സർവീസ് കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല. 150 150ന്റെ അടുത്ത് കിട്ടുന്നുണ്ട് അല്ലേ മൈലേജ്? അപ്പോ എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് ബാബുവേട്ടൻ എന്താ പറയാളെ മോൺട്ര ഇപ്പൊ എനിക്കൊരു വണ്ടി എടുക്കണം എന്നുണ്ട് മോൺട്ര. അപ്പൊ ബാബുവേട്ടന്റെ ഉപദേശം എന്തായിരിക്കും? വണ്ടി നല്ല വണ്ടിയാണ്, വണ്ടിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. മഴക്കാലത്ത് വണ്ടി ഓഫ് ആവേ കാര്യങ്ങളൊക്കെ ഉണ്ടോ?
എനിക്ക് അങ്ങനെ വന്നിട്ടില്ല അല്ലേ? മോണ്ട്ര മൊത്തത്തിൽ ആണെങ്കിൽ നല്ല വണ്ടിയാണ് അല്ലേ? ഓക്കെ ബാബുട്ട. പക്ഷേ അപ്പൊ നമ്മുടെ മോണ്ട്ര യൂസ് ചെയ്യുന്ന അടുത്ത കസ്റ്റമറെ നമ്മൾ കണ്ടേക്കാണ് കേട്ടോ. ചേട്ടാ നമസ്കാരം, പേര്? സിനു വർഗീസ് അല്ലേ? ഓക്കെ, ഇവിടെ തന്നെയാണോ വീട്? എൽത്തൂരത്ത് അല്ലേ? സിനുട്ട എങ്ങനെയുണ്ട് മോണ്ട്ര എടുത്തിട്ട്? 10-12-800 കിലോമീറ്റർ ആയി. ഓക്കെ, 3 സർവീസ്, 3 സർവീസ് കഴിഞ്ഞു. സിനുട്ട എങ്ങനെയുണ്ട് മോണ്ട്ര? റേഞ്ച് ഒക്കെ എങ്ങനെയാ? എക്കോ മോഡിലൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ 170 ആ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. 170 വരെ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, വണ്ടി എടുത്തിട്ട് ലാഭകരാണല്ലോ അല്ലേ? എടുത്തിട്ട് ലാഭകരമാണ്. ലാഭകരാണ്. ഡീസലിനെ വെച്ച് നോക്കുമ്പോൾ ലാഭകരമാണ്. ഓക്കെ, അപ്പൊ ഇനി മോണ്ട്ര എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് സിനുവേട്ടനൊക്കെ എന്താ പറയാ? ഞാൻ അടുത്തത് നീല സ്പെഷ്യൽ എഡിഷൻ അവരുടെ വന്നിട്ടുണ്ട്. അതെ അതെ, ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി. ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ല വണ്ടി? ഓക്കെ, അപ്പോ അടുത്ത ആഴ്ച വരും. മോണ്ട്ര എടുക്കണവരുടെ അടുത്ത് പറയാനുള്ളത് ധൈര്യമായിട്ട് എടുക്കാം. നമുക്ക് ഒരു പണി കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഓൾറെഡി ഇപ്പോ മഴക്കാലം കൂടിയാണ്. ഈ മഴക്കാലത്ത് വണ്ടി ഓഫ് ആവുക അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പൊ EV വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടില്ല. ഇല്ല അല്ലേ? ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ അടുത്ത് സർവീസ് സെന്റർ പെട്ട് കഴിഞ്ഞാൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ വരും, സ്പോട്ടിൽ വരും, ടെൻഷനൊന്നും ഇല്ല. അപ്പോ മോണ്ട്ര എടുത്തതില് സന്തോഷവാനാണ്. ഓക്കെ, എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്തും ധൈര്യമായിട്ട് എടുത്തോളാനാണ് പറയണത്. എന്റെ അഭിപ്രായത്തിൽ എടുക്കാം, ലാഭകരമാണ്. ഇപ്പൊ ഗിയർ ഇതൊന്നും ഇല്ലാത്ത കാരണം കാർ ഓട്ടോമാറ്റിക് മാതിരി നമ്മുടെ ആക്റ്റീവമായിരിക്കും സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോവാം. ബ്ലോക്കിലൊക്കെയും സുഖമായിട്ട് പോവാം. പിന്നെ അതേമാതിരി ഇലക്ട്രിക് വണ്ടി ചിലവർക്ക് നല്ല പവർ ഒന്നും ഇല്ല എന്നുള്ളൊരു വെറും തോന്നലാണ്. അത് ഡ്രൈവ് മോഡിലും പവർ മോഡിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു 60-63 റേഞ്ചിലേക്ക് പറക്കും. നല്ല അത്യാവശ്യം പവറും ഉണ്ട്. ഇത് ചിലവര് നമ്മുടെ ബാക്കിൽ വന്നിട്ട് ഇലക്ട്രിക് വണ്ടി അല്ലേ എന്ന് വെച്ചിട്ട് കുറെ ഹോൺ അടിക്കും, പോവില്ലാന്ന് വിചാരിക്കും. പക്ഷെ ഇത് പവർ മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുതിക്കുന്നുണ്ട്. ഒറ്റ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേക്കും പറക്കും സാധനം. ഓക്കെ, അപ്പൊ മോണ്ട്ര എടുക്കണവരുടെ അടുത്ത് ധൈര്യമായിട്ട് എടുക്കാന്നാണ് പറയുന്നത്. അതെ അല്ലേ? പക്ഷെ അപ്പൊ അടുത്ത മോണ്ട്ര എടുത്തിട്ടുള്ള ഒരു ചേട്ടനെ കണ്ടൊക്കെയാണ് കേട്ടോ. ആള് റെക്സിനൊക്കെ അടിക്കാൻ നിൽക്കാണ്. സംഭവം നമ്മുടെ ഭാഗത്ത് അരിമ്പൂര് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മോണ്ട്ര നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കതിൽ ഒരു അഭിമാനമുണ്ട്. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ആ മോണ്ട്ര എടുത്തു എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം കേട്ടോ. നമുക്ക് ഈ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം. എന്താണ് പേര്? ജോസേട്ട അല്ലേ? ജോസേട്ട എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഞാൻ 2 ആവുന്നുള്ളൂ. 2 ആവുന്നുള്ളൂ അല്ലേ? എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ ഒരു 120-130 ആയിട്ടുള്ളൂ. 130. അതെ അല്ലേ? അപ്പോഴേക്കും നമുക്ക് ടോപ്പ് അടിക്കാനും റെക്സിനൊക്കെ അടിക്കാനും കയറ്റിയിട്ടോ അല്ലേ? എങ്ങനെയുണ്ട് റേഞ്ച്? എങ്ങനെയാ കിട്ടുന്ന വണ്ടിയുടെ മൈലേജ്? ഇപ്പൊ നമ്മൾ ഓടി തുടങ്ങിയിട്ടില്ല. ഓക്കെ, എന്നാലും ഒരു ഐഡിയ ഒരു 150 കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. ഞാൻ ഫുള്ളായിട്ട് ഓടിയിട്ടില്ല. മൈലേജ് പറയാറായിട്ടില്ല അല്ലേ? ഓക്കെ, ജോസഫ് വണ്ടി എടുത്തിട്ട് എന്താണ് അഭിപ്രായം? സംഭവം അധികം നാളായിട്ടില്ല, എന്നാൽ പോലും നമ്മൾ ഉപയോഗിച്ചിട്ട് ആ ഒരു അഭിപ്രായം എന്താ? മോണ്ട്ര നമുക്ക് മെയിൻ റോഡിലൊക്കെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. കാറിൽ പോണ ഫീലിംഗൊക്കെ അത്യാവശ്യം കയറി പറയുന്നുണ്ട്. ഓക്കെ, യാത്രക്കാരൊക്കെ നല്ല അഭിപ്രായമാവുമല്ലോ? കയറി കുറച്ച് യാത്രക്കാരെ കയറിയിട്ടുള്ളൂ. അവര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജോസേട്ടൻ മോണ്ട്ര എടുത്തതിൽ വലിയ സന്തോഷമാണ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സർവീസൊക്കെ അടുത്തുണ്ടല്ലോ അല്ലെ? പൂങ്കുന്നത്ത് തന്നെ സർവീസ്, കല്യാൺ മോണ്ട്രയുടെ സർവീസ് ഉണ്ട്. അപ്പോൾ ജോസേട്ടൻ ഇനി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ജോസേട്ടന് എന്താ മോണ്ട്രേനെ പറ്റി പറയാളെ? ഇതുവരെ എടുത്തതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഉപയോഗിച്ചാൽ ഇപ്പം നമുക്ക് വണ്ടീനെ കുറിച്ച് വലിയ പ്രശ്നമൊന്നും പറയാനില്ല. ഒരു നല്ല വണ്ടി എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലേ? മോണ്ട്ര യൂസ് ചെയ്യുന്ന അടുത്ത കസ്റ്റമറെ നമ്മൾ കണ്ടേക്കാൻ കേട്ടോ. ആളോട് ചോദിക്കാം നമുക്ക് വണ്ടി എങ്ങനെയുണ്ടെന്ന് കേട്ടോ. പക്ഷേ പറയാം, ഇതാണ് ആ കസ്റ്റമർ കേട്ടോ. ചേട്ടാ നമസ്കാരം. എന്താ പേര്? അഷ്റഫ് ഖാ. അസ്സലാമു അലൈക്കും. ഇക്ക എങ്ങനെയുണ്ട് മോണ്ട്ര എടുത്തിട്ട്? പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എത്ര കിലോമീറ്റർ ആയി ഇപ്പോൾ വണ്ടി? 1250 കഴിഞ്ഞു. 1250 കിലോമീറ്റർ. 2 ആഴ്ച. സർവീസ് ഒക്കെ കഴിഞ്ഞോ? ഒരു സർവീസ് കഴിഞ്ഞു. സർവീസിനെ പറ്റി എന്താ അഭിപ്രായം? നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നത്ത് അല്ലേ? ഓക്കെ, സർവീസ് സെന്റർ ഒന്നും കൂടി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം അല്ലേ? ഓക്കെ, ആവുന്നു പ്രതീക്ഷിക്കാം. ഇനി സർവീസ് മോണ്ട്രയുടെ എല്ലായിടത്തും ആവുന്നു പ്രതീക്ഷിക്കാം. അപ്പൊ ഇക്കാക്ക് മോണ്ട്ര എടുത്തിട്ട് സന്തോഷവാൻ തന്നെയാണ്. ഇനി പുതിയത് എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് മോണ്ട്രേനെ പറ്റി എന്താ പറയാനുള്ളത് ഇക്കാക്ക്? കുഴപ്പമില്ല, അവരുടെ അതില് എങ്ങനെയാണെങ്കിൽ അവരെടുക്കുക, കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഇക്കാക്ക് എടുത്തിട്ട് കുഴപ്പമില്ല, ലാഭം ഉണ്ട് അല്ലേ? ഒക്കെ എങ്ങനെയാ കിട്ടുന്നത്? 160 അടുത്ത് റേഞ്ച് കിട്ടുന്നത് ഫുൾ ചാർജിൽ അല്ലേ? 203 അവർ പറയണത്. ഓക്കെ, അത്രയൊന്നും നമുക്ക് ഇവിടെ കിട്ടില്ല. ബ്ലോക്ക് കാര്യങ്ങൾ. അതെ, ചവിട്ടി കുത്തി ഓടിക്ക് പോണ്ടല്ലേ. പിന്നെ എക്കോന്ന് നമുക്ക് പവർ മോഡിലേക്കൊക്കെ ഇടേണ്ടി വരും.
ഓക്കെ. നമ്മള് പ്ലെയിൻ ഇതിലല്ലോ, അല്ല അല്ല അല്ല, കുന്ന് മലയൊക്കെ കയറുമ്പോ തീർച്ചയായിട്ടും കുന്ന് മലയൊക്കെ സൂപ്പറായിട്ട്. സ്ഥലം എവിടെ വരുന്നേക്കട? എരുമപ്പെട്ടി. ആയിരമപ്പെട്ടി പറയുമ്പോ അത്യാവശ്യം നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോറിക്ക് വണ്ടി കയറ്റിട്ട് 6 ആളെ കയറ്റിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. ഈ വണ്ടി അമ്മ അടിപൊളി അടിപൊളി. അപ്പൊ ഒരു കാര്യം കൂടി, കേറുന്ന യാത്രക്കാരെന്താ പറയുന്നത്? യാത്ര സുഖമുണ്ടോ? അവര് പറയണത് നല്ലതാണ്, സുഖമാണ്, യാത്ര സുഖമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇക്കാക്ക് 100% വണ്ടീനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഓക്കെ ഇൻഷാല്ലാ, താങ്ക് യു.